നമസ്കാരം. ഇറാനിൽ ഇസ്രായേൽ ഉടൻ ആണവായുധം പ്രയോഗിക്കുമെന്ന ആശങ്ക പരക്കുകയാണ്. ഇറാൻ ശക്തമായി പ്രതിരോധിക്കുകയും യുദ്ധം നീണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ആണവ യുദ്ധത്തിലേക്ക് കടക്കുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ വൻ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഏതു നിമിഷവും ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനും മറ്റ് പ്രധാന നഗരങ്ങളിലും ഇസ്രായേൽ ആണവായുധം ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രമായ അരക് ഉൾപ്പെടെയുള്ള 2 ആണവ നിലയങ്ങൾക്കും 2 വൻകിട സ്റ്റീൽ പ്ലാന്റുകൾക്കും നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തെ തുടർന്ന് മേഖലയിൽ ആണവ വികിരണം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഉറപ്പ് ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ അപ്രതീക്ഷിതമായി നീക്കം നടത്തിയത്. ഇസ്രായേലിന്റെ ഈ നടപടിക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതിനൊപ്പം ഇസ്രായേൽ തീ കൊണ്ട് കളിച്ചതായാണ് ഇറാനി സൈനിക മേധാവി പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സൗദിയിലെ അമേരിക്കൻ കേന്ദ്രമായ പ്രിൻസ് സുൽത്താൻ എയർബേസും ടാങ്കർ വിമാനങ്ങളും ഇറാൻ ലക്ഷ്യമിടുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിന്റെ ഈ നീക്കം മേഖലയിൽ പൂർണ്ണ യുദ്ധത്തിന് വഴി തുറക്കുമോ എന്ന ഭീതിയിലാണ് ലോകം. ആണവായുധങ്ങൾക്ക് ആവശ്യമായ പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമാണ് അറാഖിലെ പ്ലാന്റ് എന്നും ലോകത്തിന് ഭീഷണിയായ ഇറാന്റെ ആണവ പദ്ധതിയെ തടയുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടിയെന്നും ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ ഭാഗമായി യമനിലെ ഹൂതി വിമതർ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിലേക്ക് ഹൂതികൾ മിസൈൽ അയച്ചു. ഹൂതികൾ വിക്ഷേപിച്ച മിസൈൽ തങ്ങൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇറാനെ ആക്രമിക്കുന്നത് തുടരുന്ന പക്ഷം യുദ്ധത്തിൽ പങ്കാളികളാകുമെന്ന് കഴിഞ്ഞ ദിവസം ഹൂതികൾ യുഎസിനും ഇസ്രായേലിനും മുന്നറിയിപ്പ് നൽകി. പിന്നാലെയാണ് ഇന്നലെ യുദ്ധം ശക്തമായിരിക്കുന്നത്. ചെങ്കടൽ വഴിയുള്ള ആഗോള ചരക്ക് നീക്കത്തെ വീണ്ടും ബാധിക്കുമോ എന്ന ആശങ്ക ഉയർത്തുന്നുണ്ട്. അതിനിടെ അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ സംഘർഷത്തിൽ സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുമായി പാകിസ്ഥാൻ നാളെ ചർച്ച നടത്തും. 4 രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാരാണ് 2 ദിവസത്തെ ചർച്ചകൾ നടത്തുക. സംഘർഷ സാഹചര്യം ലഘൂകരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നതിനാൽ ചർച്ചയുടെ ഉദ്ദേശമെന്ന് തുർക്കി വിദേശകാര്യ മന്ത്രി ഹക്കാൻ ഫിദാൻ അറിയിച്ചു. ഇതിനിടെയാണ് യുദ്ധം ചെയ്യാൻ ആവശ്യമുള്ള പട്ടാളക്കാർക്ക് വലിയ ക്ഷാമം നേരിടുകയാണ് ഇസ്രായേൽ. രൂക്ഷമായ സൈനിക ക്ഷാമവും സൈനികർക്കിടയിലെ മാനസിക പിരിമുറുക്കവും തങ്ങളെ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുകയാണ് എന്ന് IDF മേധാവി EL സാമിൻ സെക്യൂരിറ്റി ക്യാബിനറ്റ് യോഗത്തിൽ മുന്നറിയിപ്പ് നൽകിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സൈനികരുടെ എണ്ണത്തിൽ വലിയ കുറവ് നേരിടുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേന തകർച്ചയുടെ വക്കിലാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഇത്തരത്തിൽ പ്രതിസന്ധി തുടർന്നാൽ വൈകാതെ തന്നെ സൈന്യത്തിൽ പതിവ് ദൗത്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ വരുമെന്നും റിസർവ് സംവിധാനം നിലനിൽക്കില്ല എന്നും സൈന്യം വെളിപ്പെടുത്തി. ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ഇസ്രായേൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിലാണ് സൈനിക മേധാവിയുടെ ഈ വെളിപ്പെടുത്തൽ. ഫെബ്രുവരി 28 മുതൽ ഇറാനിൽ വ്യോമാക്രമണം നടത്തുന്നതിനൊപ്പം തന്നെ ലബനനിലേക്ക് കടന്നുകയറി ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ ഏറ്റുമുട്ടുകയാണ്. ഇതിന് തിരിച്ചടി എന്നോണം ഹിസ്ബുള്ള നടത്തിയ പ്രത്യാക്രമണത്തിൽ വ്യാഴാഴ്ച ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടതായി IDF സ്ഥിരീകരിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വിവരങ്ങളുടെ കണക്കുപ്രകാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി 4 ഇസ്രായേലി സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ആയിരക്കണക്കിന് സാധാരണക്കാർ ലബനനിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ 100-ലധികം റോക്കറ്റുകൾ ഹിസ്ബുള്ള തൊടുത്തുവിട്ടിരുന്നു. പിന്നാലെ യുദ്ധത്തിൽ നിന്ന് യുദ്ധത്തിലേക്ക് കുതിക്കുന്നതിനെതിരെ സൈനികർക്കിടയിലും കടുത്ത അതൃപ്തി പുകയുകയാണ്. റിപ്പോർട്ടുകൾ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈനിക സാന്നിധ്യവും ഉണ്ട്. കൃത്യമായി തന്ത്രങ്ങളോ ആവശ്യത്തിന് സൈനികരോ ഇല്ലാതെ സൈന്യത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിവിധ യുദ്ധമുഖങ്ങളിലേക്ക് തള്ളിവിട്ടെന്ന പ്രതിപക്ഷ നേതാവ് യെയർ ലാപിഡ് കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.